ഇന്ന് ഞാൻ ഈ പൂവെല്ലാം റെഡിയാക്കുമ്പോഴേ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. ഇന്നലെ 2 ദിവസം മുമ്പ്, ഇന്നലെയല്ല, പ്രിസൈസ്ലി 2-3 ദിവസം മുമ്പ് നമ്മുടെ നവ്യ നായർ പുള്ളിക്കാരത്തി പെർഫോമൻസിന് വേണ്ടിയിട്ട് പോയതാണ് അല്ലേ. ഓസ്ട്രേലിയയിലേക്കാണെന്ന് തോന്നുന്നു പോയത്. ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് വഴിയാണെന്ന് തോന്നുന്നു. അപ്പോൾ സിംഗപ്പൂർക്ക് പോകുമ്പോൾ പ്രോബ്ലം ഇല്ല, നല്ല ഭംഗിയുള്ള പൂവൊക്കെ വെച്ച് നല്ല സെറ്റ് സാരിയൊക്കെ ഇട്ട് ഇരിക്കുന്ന ഞാനും കണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല രസമുണ്ടല്ലോ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട്. ഇവിടെ ഞാൻ മുല്ലപ്പൂ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴേക്കും ഉണങ്ങിയിരിക്കുന്ന കാരണം എനിക്കത് വലിയ വില കൊടുത്ത് വാങ്ങിക്കാൻ തോന്നാറില്ല കേട്ടോ, സത്യം പറയണം. അപ്പോൾ ഈ പൂക്കളൊക്കെയാണ് അധികവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴൊക്കെ ഞാൻ കുറച്ച് പൂക്കൾ ഇങ്ങനെ വാങ്ങിച്ചു വയ്ക്കും. പൂക്കളോ ഇടാറുണ്ട്, പക്ഷെ എന്തോ ഇപ്പോൾ എനിക്ക് ഇത് കുറച്ചുകൂടെ ദിവസങ്ങൾ നിൽക്കുമല്ലോ എന്നുള്ള ഒരു ഇഷ്ടത്തിൽ ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് പൂ കൊണ്ടുപോകാനുള്ള വഴിയെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എങ്ങനെ വരണേന്ന്. ഒരു ഫ്ലൈറ്റിലേക്ക് ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറയാറുണ്ട്, വെദർ യു ആർ ക്യാരിയിങ് എനി ഫ്രൂട്ട്സ്, സീഡ്സ്, പ്ലാന്റ് പാർട്സ്, പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളത് ഇല്ല, നോ 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 എന്ന് ബ്ലൈൻഡ്ലി ഒപ്പിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ പോകുന്ന കൺട്രിയിലെ എന്താ പറയുക, നിയമങ്ങളെല്ലാം നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ കഴിയുന്നതും എപ്പോഴും ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി അത് അഡ്ഹിയർ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ലേ ചേച്ചി, ദുബൈയിലൊക്കെ അപ്പോൾ പൂവ് എവിടെ നിന്ന് കിട്ടും? ഇവിടെ കുറച്ചൊക്കെ എന്താ പറയുക, പൂക്കൾ വന്നിട്ട് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവിടെ നിന്ന് പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ടാകും. പിന്നെ അത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതായത് ഈ പൂക്കളും ഈ പ്ലാന്റ്സും ഒക്കെ ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റീനെ ബാധിക്കില്ല, ഇവിടുത്തെ മരങ്ങൾക്ക് പെസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്നൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അത് നമ്മൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത് വാങ്ങിക്കണം. പിന്നെ ഇവിടെയുള്ളത് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് മേടിക്കണം. ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പം അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും വേണം, ഇമ്പോർട്ട് നമുക്ക് ലൈസൻസ് വേണം, എക്സ്പോർട്ട് ലൈസൻസ് വേണം, കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. സോ അതൊക്കെ ചെയ്തിട്ട് വേണം നമ്മളൊരു അതൊക്കെ ചെയ്യുന്ന ഒരു ഏജൻസിയെ സമീപിച്ചിട്ട് അത് വേണമെങ്കിൽ കൊറിയർ വഴി നിങ്ങൾക്ക് അയക്കാം, അവർ വഴിയായിട്ട് അയക്കാം നിങ്ങൾക്ക് ഒത്തിരി പൂക്കൾ വേണമെങ്കിൽ. അപ്പോൾ അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ അവിടെ തന്നെ അവർ അയച്ചു കൊടുത്തിട്ടുള്ള കമ്പനീസ് ഉണ്ടാവില്ലേ, ഫ്യൂ തൗസൻഡ്സിന് വേണ്ടിയിട്ടല്ലേ ഇപ്പം ഇത്രയും ലക്ഷം രൂപ നമ്മൾ അവർ ഫൈൻ അടയ്ക്കേണ്ടി വന്നത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. തലയിൽ വെച്ച് കൊണ്ടുപോയതിനും ഫൈൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ബാഗേജിൽ വെച്ചതിനായിരിക്കും മിക്കവാറും ഫൈൻ അടിച്ചിട്ടുണ്ടാവുക. കാരണം ഇത് തലയിലുള്ളത് ഊരി അങ്ങ് അവിടെ തന്നെ കളഞ്ഞാലും മതിയല്ലോ. അത് കളഞ്ഞാലും മതിയായിരുന്നു, പക്ഷെ മേ ബി അതവർ സമ്മതിക്കാതിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പാക്ക് ചെയ്ത് വല്ല വാഴയിലൊക്കെ പൊതിച്ച് നല്ല സ്റ്റൈലായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാകും, അറിയില്ല. സോ നമ്മൾ എന്തുകൊണ്ടാണ്, എനിക്ക് പലപ്പോഴും ഈ പൂക്കൾ ഇവിടെ കാണുമ്പോഴേ ഒരു ബഞ്ച് മേടിച്ചുകൊണ്ട് നാട്ടിലോട്ട് പോയാലോ എന്ന് ആലോചിക്കും. അപ്പം ഞാൻ വിചാരിക്കും ഇതൊക്കെ അവിടെയും പൈസ കൊടുത്ത് ഉണ്ടാവുമല്ലോ, അവിടെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഫ്ലവേഴ്സ് ഉണ്ടാവും, അവിടെ നിന്ന് ഇവിടെ വന്നതായിരിക്കും ഇതൊക്കെ അല്ലേ. അങ്ങനത്തെ മണ്ടത്തരമൊക്കെ ഞാനും ആലോചിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഇവിടെ നിന്ന് കിട്ടുന്നതില്ലേ, അതൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് ഞാൻ ആൾക്കാരൊക്കെ. എപ്പോഴാണ് പിടിക്കപ്പെടുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഈ വാർസും നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ചൈന ഏർപ്പാടാക്കി വിട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പല രീതിയിലുള്ള വൈറസുകൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ചൈനീസ് കപ്പിൾ, അവർ അമേരിക്കയിൽ, ചൈനീസ് സയൻറ്റിസ്റ്റ് കപ്പിൾ അമേരിക്കയിൽ അവർ റിസർച്ച് ചെയ്യുന്ന ആളുകളാണേ. അവർ വന്നിട്ട് ഇതുപോലെ എന്തോ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയയോ എന്തോ ഒന്ന് ഒരു കവറിലാക്കിയിട്ട് കൊണ്ടുപോയി. എന്തിനാണ് അത്രയും റിസ്ക് എടുത്തതെന്ന് പോലും അറിയില്ല. ഇനി ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള വല്ല റിസർച്ച് ഫെല്ലോസാണ്, തീർന്നു കിട്ടി. അവരുടെ കരിയർ ഇൻ അമേരിക്ക ഈസ് ഓവർ. അവർക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഇതൊക്കെ അവിടെ ഇരിക്കുന്ന കസ്റ്റംസുകാർക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാകും. അവരെല്ലാവരും ഇത് പഠിച്ചതൊന്നും ആയിരിക്കില്ലല്ലോ. ഇപ്പം നമ്മൾ ആയുർവേദ മെഡിസിൻസ്, ഹോമിയോ മെഡിസിൻസ് ഇതൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ ഭയങ്കര റിസ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കവറിനകത്ത് ഇട്ടിട്ട് ഒരു ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മരുന്നാണ്, വിത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് വിത്ത് എന്തുവായിരുന്നു, വിത്ത് മെഡിക്കൽ ഷോപ്പിൻ്റെ ഇതുമൊക്കെ ആയിട്ട് ഞാനത് ഐ ഡിഡ്ന്റ് നോ വാട്ട് ഇറ്റ് ഇസ്, അത് എന്തായിരുന്നു എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. എന്തൊരു വലിയ അബദ്ധമാണ് ഞാൻ ചെയ്തതെന്നറിയോ. ചെയ്യണ്ട കേട്ടോ, നമ്മൾ ഒരു പ്രാവശ്യം നോ പറഞ്ഞു വന്നിരുത്തി കുഴപ്പമില്ല. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് എന്നെ ഒരു 1.5 മണിക്കൂർ അവിടെ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് പുറത്തേക്ക് വരുന്നത്. കാരണം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് ദിസ് ഫോർ യു?
അല്ല, ഇറ്റ്സ് ഫോർ മൈ കസിൻ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ കസിനെ വരുത്താൻ പറയും അവർ ചില സമയത്ത്. പിന്നെ എൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു സോറി, ഐ ഡിഡ്ന്റ് നോ വാട്ട് ഇറ്റ് വാസ് ഫോർ. അവർ ദേ ടോൾഡ് മീ ദറ്റ് ഇസ് ഫോർ പ്രഷർ എന്നൊക്കെ പറഞ്ഞ്, BP ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ട് അവരെന്തോ ഗൂഗിളൊക്കെ അടിച്ച് നോക്കിയിട്ട് അതിൽ ഒരെണ്ണം എന്തോ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലാത്തതുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി, നെക്സ്റ്റ് ടൈം യു ഡോണ്ട് ബ്രിങ്. കാരണം നമ്മളുടെ എല്ലാ ട്രാവൽ ഹിസ്റ്ററിയും എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ പെട്ടു. എന്തോ ഒരു 2000 രൂപയുടെ 3000 രൂപയുടെ മെഡിസിനേ ഉണ്ടായിരുന്നുള്ളൂ. അതിവിടെ അവർക്ക് കിട്ടും, സെയിം മെഡിസിൻ അവർക്ക് ഇവിടെ കിട്ടും, അബുദാബിയിൽ കിട്ടും. ലൈക്ക് അതിൻ്റെ സെയിം കോമ്പിനേഷൻ ഫ്രം വേറെ കമ്പനി ഡബിളാണ് ഇവിടുത്തെ റേറ്റേ. ഇപ്പോൾ ആ ഒരു അത്രയും മെഡിസിൻ ഞാൻ കൊണ്ടുവന്നതിന് ഇവിടെ ചിലപ്പോൾ മേടിക്കുമ്പം 20,000 രൂപയൊക്കെ ആകും. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തത്. എന്തെങ്കിലും ആവട്ടെ, അതോടുകൂടി ഞാൻ ഹെൽപ്പിംഗ് മനോഭാവമൊക്കെ നിർത്തി. ഒരു പ്രാവശ്യം നോ പറയാൻ പഠിക്കണം കേട്ടോ. എല്ലാവരും നോ പറയാൻ പഠിച്ചേ പറ്റുള്ളൂ. എനിക്ക് വല്ലാണ്ടായിപ്പോയി കേട്ടോ. ഈ പൂക്കളും അതെ കേട്ടോ. ഇത് കണ്ടോ, ഇത് വാടി നിൽക്കുന്നുണ്ടോ? അവിടെയാണെങ്കിൽ ഇച്ചിരി ഫ്രഷ് ആയിരിക്കും അല്ലേ? എന്തൊക്കെയോ മരുന്നുകളൊക്കെ ഇട്ടിട്ടൊക്കെ തന്നെ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക്? ഞാനിത് മറ്റേ ക്യാമറയിൽ എടുത്ത് നോക്കുകയാണ്, ഇങ്ങനെ തന്നെ എടുക്കുമ്പോൾ നന്നായി വരുമെന്ന്. ശരി, അപ്പോൾ നവ്യ നായർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഷീ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ത്രൂ ഒരു ഇമ്പോർട്ട് ലൈസൻസ് ഉള്ള ആളെ വെച്ചിട്ട് ഒരു പെട്ടിക്കകത്ത് അങ്ങോട്ട് അയച്ചായിരുന്നു അയച്ചാൽ ആ പൈസ ഇവിടെ കൊടുത്താൽ അത് അവിടെ എത്തിയേനും. അതല്ലെങ്കിൽ അവിടെ മേടിക്കാമായിരുന്നു. ഇതൊന്നും അറിയില്ലല്ലോ. അവരൊക്കെ എപ്പോഴും ഇനി ട്രാവലിനും ഡാൻസിനും ഒക്കെ പോകുന്നവരല്ലേ. ഇനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അല്ലേ? പിന്നെ ഞാനൊരു കാര്യം കണ്ടത്, ഞാനിന്നൊരു ഇൻസ്റ്റഗ്രാമിൽ റീലിടുകയും ചെയ്തു. നമ്മുടെ റിമി ടോമിയില്ലേ, അതിനകത്ത് ഞാൻ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇതിലിപ്പോൾ പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. റിമി ടോമിനെ എന്താ പറയുക, ഇകഴ്ത്തി കെട്ടാനൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പോയിട്ട് നോക്കുമല്ലോ, പഠിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരത്തി എവിടെയാണ്, പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്, ഹാമിൽട്ടണിലേക്ക് പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് അവർ ന്യൂസിലാൻഡിൽ നിന്നാണ് പെർഫോമൻസൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനുമാനം ന്യൂസിലൻഡിൻ്റെ അടുത്ത് ഓസ്ട്രേലിയ ഉണ്ട് അല്ലേ, അവിടെ വല്ലയിടത്തായിരിക്കും, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോയി അവിടെയൊക്കെ ഉണ്ട് ഹാമിൽട്ടൺ. എന്തെങ്കിലും ആവട്ടെ, ഓസ്ട്രേലിയ എന്ന് നമുക്കൊന്ന് ഗസ് ചെയ്യുന്നതാട്ടോ. എന്തായാലും ഫോറിൻ ലാൻഡിലാണ്. സോ ഷീസ് ഇൻ എ ബസ്, നല്ലൊരു ബസ്സിൽ കുറച്ച് പുറയിലായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് പീപ്പിളിനെ കാണാം. അവിടുത്തെ നാഷണൽസ് ആണോ ട്രാവലേഴ്സ് ആണോ ഇവരുടെ അതൊന്നും അറിയില്ല, ബട്ട് സംവൺ ഫോറിൻ അവിടെ ഡാൻസ് ചെയ്യുന്നു. കാതിൽ സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പം മേ ബി ഷീ ഈസ് നോട്ട് പ്ലേയിങ് ദ മ്യൂസിക് ലൗഡ്, ബട്ട് ഒരാൾ എങ്ങനെ അതിനകത്ത് നിന്ന് ആരോ അവരുടെ കൂടെയുള്ളവർ ഷൂട്ട് ചെയ്തിട്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ അയർലൻഡിലും UK ഒക്കെ ഇപ്പോൾ ഭയങ്കര ഇതുപോലത്തെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ബിക്കോസ് നമ്മൾ ഇന്ത്യൻസിന് ഒരു വിധത്തിലുള്ള സിവിക് സെൻസും ഇല്ലെന്നാണ് അവരുടെ ഒരു അനുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ, സിവിക് സെൻസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സായിപ്പ് എന്ന് പറയുമ്പോൾ ഇനി ഒഫൻസീവ് ആക്കല്ലേ ദൈവമേ, നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരാരെങ്കിലും വന്ന് നിന്ന് ഇങ്ങനെ കിടന്ന് തുള്ളുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു 10-25 പേര് ചുറ്റി നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കും ഇന്ത്യയിൽ, ശരിയല്ലേ? സായിപ്പിൻ്റെ ഡാൻസ് ഉണ്ടോ, മദാമയുടെ ഡാൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യൂലേ? അതങ്ങനെ വളരെ ലോക്കലായിട്ടുള്ള ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ. ഹാവ് യു എവർ സീൻ ഒരു ഭയങ്കര റിനൗണ്ട് ആയിട്ടുള്ള ഒരു സിംഗർ ബാൻഡ് അവിടെ നിന്ന് വന്നിട്ട് പെർഫോം ചെയ്യുമോ സ്ട്രീറ്റിൽ? അവർ ഡീവാല്യൂ ചെയ്യുമോ അവരിത്രയും ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കി കൊണ്ടുവരുന്ന അവരുടെ ഇൻസ്ട്രുമെൻസും അല്ലെങ്കിൽ അവരുടെ ഒരു ടാലൻറ്റുമായിരിക്കും. അത് അവർ ഷോക്കേസ് ചെയ്യുമോ? പബ്ലിക് ട്രാൻസ്പോർട്ടിലും നമ്മുടെ KSRTC ബസ്സിൽ കയറി നിന്ന് അവർ ഡാൻസ് ചെയ്യുമോ? എന്തിനാണ് ഇങ്ങനെ ചെയ്തത് റിമി ടോമി? എനിക്കെന്തോ ആ കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനൊരു വേർഡുണ്ട്, ഷെനാനിഗൻസ്. അതിൻ്റെ കുസൃതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡു അപ്രിഷ്യേറ്റ് ഹർ ഷെനാനിഗൻസ്. പക്ഷേ ഇത് എനിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊരു പെട്ടെന്നൊരു പേടി വന്നുപോയി. അവിടെ എങ്ങാനും ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക്, ഈ റേസിസമൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും ഒന്ന് തോന്നിയാൽ പോരെ? അവരുടെയൊക്കെ കയ്യിൽ തോക്കുണ്ടോ? എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല. മേ ബി ഷീ ഈസ് ട്രാവലിംഗ് ഇൻ എ വെഹിക്കിൾ വെയർ ഓൾ അപ്പർ ക്ലാസ് ഇസ് ട്രാവലിംഗ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പൈസ കൊടുത്ത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആവുമ്പം കുറച്ചുകൂടി എന്താ പറയുക, ഡിഗ്നിഫൈഡ് ആയിരിക്കുമല്ലോ അതിനകത്ത് ഇരിക്കുന്നവർ. സോ നമ്മളും അതുപോലെ ഡിഗ്നിഫൈഡ് ആവണ്ടേ? അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു എത്രയാണ് പുള്ളിക്കാരത്തി, എന്നിട്ടാണ് ഡാൻസ് ചെയ്തതെന്ന് പറയുന്നത്. മേ ബി ദേ വുഡൻറ്റ് ഹാവ് ഡിക്ലൈൻഡ്. യെസ് യു ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓ യെസ്, നോ പ്രോബ്ലം, വി ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കാണും അവർ, ബിക്കോസ് ദേ ആർ പൊലൈറ്റ്. പക്ഷെ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. അവർക്ക് നോ പറയാനായിട്ടേ, നമ്മളൊരു ഗസ്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. സോ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവില്ലേ, ദം എൻജോയ്, അവർ ഇത്ര പൈസ മുടക്കി വരുന്നല്ലേ എന്ന് ഓർത്തിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം നമ്മൾ അങ്ങനെ ചോദിക്കാമോ?
ഞാനതാ ചോദിക്കണേ. എവിടെ എൻ്റെ വീട്ടിൻ്റെ വാതൊക്കെ വന്നിട്ട് ചേച്ചി ഞാനിവിടെ ഒരു കുത്തുപാട്ടും ഡാൻസും ഒക്കെ നടത്തട്ടെ ഇപ്പം ഈ തമിഴിൽ ഞാൻ സമ്മതിക്കില്ല, എനിക്കിഷ്ടാവില്ല. ഞാൻ അങ്ങനത്തെയാന്ന് പറയില്ല. ഇപ്പോൾ ആ ചേച്ചിക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് ചേച്ചിയുടെ സങ്കുചിത മനോഭാവമാണെന്ന് പറയും. അടി കിട്ടുമ്പോഴേ അറിയണം ഈ ആരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഒരു വാക്ക് കിട്ടിയാലോ അടിയോ വെറുതെ ഇരിക്കുന്നു പറഞ്ഞാൽ തീർന്നില്ലേ നമ്മുടെ മനസ്സമാധാനം പോയി. നമുക്കൊരു പിന്നീടുള്ള നമ്മളുടെ ആ ഒരു യാത്ര എങ്ങനെ ഉണ്ടാകും? ശരിയായിരിക്കാം, പുള്ളിക്കാരത്തെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മറ്റുള്ളവരെ, അല്ലെങ്കിൽ ഇതുപോലെ റീൽസ് ഇട്ട് വൈറലാകാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വൈറലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെല്ലാം അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്. അറിയില്ല അവിടെ തന്നെ ഇപ്പോൾ അവിടെ ഒരു നിയമമുണ്ടോ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പബ്ലിക് ന്യൂസൻസ് ആണെന്നുള്ളത്? അങ്ങനെ സുവമോട്ടോ കേസെടുക്കാം പോലീസിനൊന്നൊരു നിയമം ഉണ്ടെങ്കിലോ? പെട്ടോ ഇല്ലയോ? അവിടെ ചുറ്റിനിരുന്ന ആൾക്കാരെല്ലാം യെസ് യെസ് എന്ന് പറഞ്ഞിട്ട് പോലീസിനെ ഇൻഫോം ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? ഇറക്കി വിടും ഇടയ്ക്കിട്ട്. കേൾക്കാനൊന്നും നിൽക്കില്ല. ഞാൻ റിമി ടോമിയാണ്, ഞാൻ ഭയങ്കര കേരളത്തിലെ വലിയ ആരാധക വൃന്ദമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ, അല്ല ഞാൻ പറയാണ്. അതിനകത്ത് ഇപ്പോൾ മലയാളീസ് മാത്രമുള്ള ഒരു പ്രൈവറ്റ് കോച്ചാണ് എടുത്തിരുന്നതെങ്കിൽ യു കുഡ് ഹാവ് എൻ്റർടൈൻ ദം. കാരണം നിങ്ങളെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ലോകം മുഴുവനും നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ലല്ലോ കേട്ടോ. ആർക്കും ഇതൊരു സങ്കുചിത ടോക്കായിട്ടൊന്നും വിചാരിക്കല്ലേ. ഞാൻ പറയുന്നതിൻ്റെ ക്രക്സ് നിങ്ങൾ മനസ്സിലാക്കും. നമ്മൾ വല്ല നാട്ടിലും ചെന്ന് അടിമേടിച്ചിട്ട് പോന്നിട്ട് അവരുടെ ആരോ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു അയർലൻഡിനെ പറ്റിയിട്ടേ. അപ്പോൾ എൻ്റെ ചേച്ചി നമ്മുടെ വീടിൻ്റെ വാതൊക്കെ നിന്ന് ഒരാൾ ഫുൾ ടൈം ആ വലിയ നമ്മുടെ പി ഊതിക്കൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവുമെന്ന് ചിരിച്ച് ഞാൻ മണ്ണ് അതിൻ്റെ അടിയിലുള്ള കമൻസ് കണ്ടിട്ട്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, കൊമ്പും കുഴലും ഒക്കെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ വാതൊക്കെ ഒന്ന് ഊതിക്കൊണ്ടിരുന്നത് എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഇഷ്ടാവുമോ? അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്ന ഒരു വലിയ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് നമ്മൾ ഉറങ്ങുകയാണ്, ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ജനലിൻ്റെ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഡ്രമ്മൊക്കെ കൊട്ടി കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ബസ്സിൽ പോകുന്നവരെല്ലാവരും ഒരേ മനസ്ഥിതിയോ ഒരേ മെൻറ്റാലിറ്റിയോ ഒന്നും ആയിരിക്കില്ലെന്നേ. ചിലപ്പോൾ അവർ പോകുന്ന ട്രാവൽ പേർപ്പസ് എന്തായിരിക്കാം എന്ന് പോലും നമുക്കറിയില്ല അല്ലേ. ചിലപ്പോൾ അവർ പോകുന്നത് എന്തെങ്കിലും ഒരു കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ, അവരുടെ മനസ്സിങ്ങനെ കലുഷിതമായിട്ടിരിക്കുകയാണെങ്കിലോ, അപ്പോൾ പറയും ഒരു എൻ്റർടൈൻമെൻറ്റ് നല്ലതല്ലേ എന്ന്. ആണോ? എല്ലാവരും ഒരേ തരത്തിലായിരിക്കില്ലല്ലോ. ചിലപ്പോൾ അവർ ആരെങ്കിലും മരിച്ചു പോയിട്ടൊരു ബിറീവ്മെൻറ്റ് മൂഡിലാണെങ്കിലോ, അവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയാണെങ്കിലോ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഇത് അങ്ങനെയല്ലേ തോന്നുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലുണ്ടാകും ആളുകളുടെ മനസ്സിൽ. ചിലർക്ക് അതിനകത്ത് ചിലപ്പോൾ ഡാൻസ് ചെയ്യാനായിരിക്കും പോകുന്നത്. അതിനകത്തിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് നീ ഡാൻസ് ചെയ്യല്ല, ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാമെന്നും പറഞ്ഞ് കയറി ഹഗ് ചെയ്തും അതും ഇതുമൊക്കെ ചെയ്തിട്ട് ഡാൻസ് ചെയ്താലോ? ചിലപ്പം ഓക്കെ, ദേ മേ നോട്ട് മൈൻഡ് ബിക്കോസ് ദേ ആർ എൻ്റർടൈനേഴ്സ്. അവർ അങ്ങനെ ഡാൻസ് ചെയ്യുന്നതിൽ അവർക്ക് കുഴപ്പമില്ലായിരിക്കാം. അവരുടെ ഒരു ഡാൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഷാറുഖ് ഖാൻ അവരെ എടുത്ത് പോക്കിയിട്ട് റോയിച്ച ഞാൻ പോവുകയാണേ എന്നൊക്കെ പറഞ്ഞിട്ട്, റോയ്സ് ഞാൻ കണ്ടായിരുന്നു അവരുടെ എക്സ് ഹസ്ബൻഡിൻ്റെ പേര്. എനിക്കതെന്തോ അന്നേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് കുത്തിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ പ്രോഗ്രാം? അത് കഴിഞ്ഞ് നോക്കൂ എന്താ സംഭവിച്ചതെന്നുള്ളത്. ഞാൻ നെഗറ്റീവ് അടിക്കുന്നതല്ല കേട്ടോ. എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം ബാലൻസ്ഡ് വേ ഓഫ് തിങ്കിങ് ആണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ആരെയും നെഗറ്റീവ് പറയാൻ വന്നിരിക്കുന്നതല്ല. ഇതെല്ലാം നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചതാണത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാനാണല്ലോ ഞാൻ ഈ 53 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരുന്നത് പറയുന്നത്. സോ ലെറ്റ് മീ പുട്ട് ഇറ്റ് ഇൻ എ നട്ട്ഷെൽ. നമ്മളുടെ സന്തോഷങ്ങൾ, നമ്മളുടെ ഓവറായിട്ടുള്ള സന്തോഷങ്ങൾ പുറം ലോകത്തിനെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ സന്തോഷവതിയാണെങ്കിൽ സന്തോഷമായിട്ടിരിക്കൂ. അതാണ് വെട്രി എന്ന് പറയുന്നത്. വെട്രി എന്ന് തമിഴിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. വിന്നിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഒരു ബുക്കുണ്ടായിരുന്നു, അതിനകത്ത് അത് ബുക്കിൻ്റെ പേര് മറന്നല്ലോ, വിട്ടുപോയി. അതിനകത്ത് ഇനി ഞാൻ ബുക്സ് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ ഓരോ ബുക്കിൻ്റെയും കൂടെ പേരുകളും പറയാം കേട്ടോ. ഐ എം സോ സോറി ദാറ്റ്. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വരുന്ന കോണ്ടെക്സ്റ്റിൽ ഞാനത് ഓർക്കുമ്പോൾ പറയുന്നതാണ്. അതുകൊണ്ട് ഈ പേരുകൾ പെട്ടെന്ന് മറന്നു പോകും, ഫുൾ പേരൊക്കെ. അതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വിന്നേഴ്സാണോ എന്നാണ് ചോദിക്കണേ. അപ്പോൾ പറയുന്നത് നിങ്ങൾ വിന്നറാണ്. എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് വന്നിട്ട് നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവരെല്ലാവരും വിന്നറാണ്. നിങ്ങൾക്ക് എത്ര സൗധങ്ങളുണ്ട്, എത്ര കാറുകളുണ്ട്, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങളുടെ വിന്നിങ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങൾ വിന്നറാണോ എന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങൾ. 2 കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ, ഒന്ന് ഇഫ് യു ആർ ഏബിൾ ടു ടേക്ക് ദ ട്രയംഫ് ആൻഡ് ദ ഫെയിലിയർ ഈക്വലി. യെസ്, ഇപ്പം കിട്ടി എനിക്ക്. ഇഫ് എന്ന് പറഞ്ഞൊരു പോയമുണ്ട്. ആ പോയത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ
സെൻട്രൽ കോർട്ട് കാണാൻ പോയെന്ന് പറഞ്ഞില്ലേ, ടെന്നീസിൻ്റെ വിംബിൾഡണിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇഫ് എന്ന് പറഞ്ഞ പോയം. അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ഈ ട്രയംഫ്, അതായത് വിക്ടറിയും പിന്നെ അതുപോലെയുള്ള തോൽവിയും ഒരേപോലെ കാണാൻ എത്തുമ്പോൾ നമ്മൾ വിന്നറായി കഴിഞ്ഞു എന്നാണ്. നമ്മളൊരു സെയിം രീതിയിൽ കാണുമ്പോൾ നമ്മൾ വിന്നറായി കഴിഞ്ഞു എന്നുള്ളതാണ് ആ പോയത്തിൻ്റെ ഇത് പറയുന്നത്. ഒരു ടെന്നീസ് കളിക്കുന്ന ആളെ, നമ്മുടെ ടെന്നീസ് പ്ലെയറുടെ പേര് ഇതാ ഇപ്പോൾ പിന്നെ അത് മറന്നു. ഇന്നലെയും കൂടെ ഞാനത് ഓർത്ത് വെച്ചതാണ് ഇവിടെ പറയണം എന്ന് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഈ പ്ലെയേഴ്സിൻ്റെ പേരൊക്കെ മറന്നു പോകും. ശരി, അത് പോട്ടെ. അപ്പോൾ ആ കഥ പറയുന്നില്ല, പിന്നെ പറയാം, പേര് കറക്റ്റായിട്ട് ഓർത്തെടുത്ത് കഴിഞ്ഞിട്ട് പറയാം. സോ ഈ അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ തോൽവിയും ജയവും ഒരേ രീതിയിൽ എടുക്കാൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വിന്നറായി എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം, നമുക്ക് എന്താണ് ഉള്ളത് അതിൽ കണ്ടൻറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ് ഒരുപാട് നമ്മൾ പുറത്ത് കാണിക്കാതിരിക്കുകയും ഒരുപാട് നമ്മൾ എക്സിബിറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിന്നറായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കണക്കിന് വിന്നേഴ്സാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? നമ്മളെങ്ങനെയാണ് പെരുമാറുന്നതെന്നനുസരിച്ച് ഒരുപാട് കാണിക്കാതിരുന്നാൽ മതി. കുറച്ചൊക്കെ കാണിച്ചോളൂ, പക്ഷെ ബാലൻസ്ഡ് വേ ആയിരിക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹാപ്പിനെസ്, ആ കുട്ടിയുടെ ഹാപ്പിനെസ്സും ആ ഒരു സമയത്തുള്ള സ്മോൾ ആ ഒരു ഡോപ്പമിൻ എഫക്റ്റ് കിട്ടിക്കാണും അവർക്ക്. അവർ ട്രാവൽ ചെയ്യല്ല, അവർ വളരെ റിലാക്സ്ഡ് ആയിട്ട് പിന്നെ അവിടെ പോയി പെർഫോം ചെയ്ത് വരുന്നു അല്ലേ? ദേ ആർ ഗെറ്റിംഗ് മണി ഫോർ ദാറ്റ്. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. മറ്റുള്ളവരുടെ പണത്തിൽ നമ്മളൊരു അന്യരാജ്യത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോപ്പമിൻ എഫക്റ്റ് ഉണ്ടാകും. കാരണം യു ആർ പെയ്ഡ് ഫോർ ദാറ്റ് അല്ലേ? എന്നല്ല കേട്ടോ, ഞാനതൊരു ജസ്റ്റ് ഒരു സൈഡായിട്ട് പറഞ്ഞതാണ്. ബട്ട് സ്റ്റിൽ അതൊരു സന്തോഷം തന്നെയാണ്. നമ്മളുടെ ടാലൻറ്റ് കൊണ്ട് നമുക്ക് പല രാജ്യങ്ങൾ കാണാൻ ഒക്കുന്നത് സന്തോഷം തന്നെയാണ്. ഞാനേ ഒരു കാര്യം ചെയ്തു. ഈ പൊട്ട് കണ്ടോ? ഒരു ലൈറ്റർ ടോക്ക് പറയട്ടെ. ഈ പൊട്ട് ഞാനിന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പൊട്ടുകളുണ്ട്, കളേർഡ് പൊട്ടുകൾ കേട്ടോ. നോക്കുമ്പം ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, തത്തപ്പച്ചയില്ലേ, നമ്മുടെ തത്തപ്പച്ച, ഇതിനകത്തുള്ള ഈ തത്തപ്പച്ച പൊട്ടുണ്ട്. പക്ഷേ വേറെ ഇങ്ങനെ ഇച്ചിരി കൂടെ കടുപ്പിച്ച പച്ച ഇല്ല അതിനകത്ത്. ഞാനാണെങ്കിൽ പച്ച, ഓറഞ്ച്, മെറൂൺ, റെഡ്, ഇത്രയുമാണ് എനിക്ക് എപ്പോഴും ഉപയോഗിക്കാൻ, നീല, ഇത്രയും എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള പൊട്ടുകളാണ്. ബാക്കിയുള്ളതൊന്നും മുഖത്ത് വയ്ക്കുമ്പോൾ ഒരു ഭംഗി തോന്നാറില്ല. ആ പൊട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോഴല്ലേ ഇല്ല. എന്നിട്ട് ഞാനൊരു വേറൊരു നല്ല തത്തപ്പച്ച കുറേ ഉണ്ട്, അതിലൊരെണ്ണം എടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ നീല പേന വെച്ച് വരച്ച് നോക്കി. അപ്പോൾ അത് കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് വന്നത്. എന്നിട്ട് പിന്നെ ഞാനൊരു പച്ച പേന എടുത്തിട്ട് ആ തത്തപ്പച്ചയുടെ മുകളിൽ ഇങ്ങനെ വരച്ചപ്പോൾ കിട്ടിയ കളറാണ്. പക്ഷെ ഇത്രയും വലിയ പൊട്ടായിരുന്നു അത്. അപ്പോൾ അതെന്ത് ചെയ്തു, ഒന്ന് കട്ട് ചെയ്തു. അതാണ് അതിൻ്റെ ഷേപ്പ് ഒന്നും നേരെ ആയിരിക്കില്ല കേട്ടോ. ബട്ട് സ്റ്റിൽ നോ, ഒരു ലൈറ്റർ മൊമെൻറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ ഞാൻ. അപ്പം നിങ്ങൾ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ വിന്നേഴ്സാണ് കേട്ടോ. വിന്നേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾ അതില്ല ഇതില്ല എന്നൊന്നും വിചാരിക്കരുത്. ഈ ആറ്റിറ്റ്യൂഡ് മതി നിങ്ങൾക്ക്. സന്തോഷമായിട്ടിരിക്കുക. സന്തോഷത്തെ ഒരുപാട് പ്രകടിപ്പിക്കാതെ ഒരുപാട് ഹഹ എന്ന് പറഞ്ഞ് ചിരിച്ചും ഇതും, അതല്ല ഞാൻ പറയണത്. ചിരിക്കുന്നതൊക്കെ ചിരിച്ചോളൂ. ഇപ്പം ഈ പ്രകടനങ്ങളില്ലേ, ചില പ്രകടനങ്ങൾ, എന്ത് പ്രകടനങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ പ്രകടനങ്ങൾ ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ ഹാപ്പിനെസ്സൊക്കെ, വീട്ടിലുള്ള ഫ്ലവേഴ്സും ഒക്കെ പറിച്ച് ഒരു കൂജയിലോ മണ്ണിലോ മൺഭരണിയിലോ ഒക്കെ ഒന്ന് വെച്ച് വീടൊക്കെ ഒന്ന് അലങ്കരിക്കും. ഒരു സന്തോഷം അപ്പോൾ ഒന്ന് പൊട്ടിമുളയ്ക്കും ഇല്ലേ? ഇതൊക്കെയാണ് ഒരു ചെറിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നവ്യ നായരുടെ മുല്ലപ്പൂവിന് ഇത്രയും പൈസ പോയതേ അല്ലേ? ആ കുട്ടി അവിടെ കിട്ടിയ കാശിൻ്റെയൊക്കെ കുറച്ചൊക്കെ അതിൽ പോയി കാണും. എന്ത് ചെയ്യാൻ പറ്റും? ചില സമയങ്ങൾ അങ്ങനെയാണ്, പോവേണ്ടത് പോയിരിക്കും. ഓക്കെ ദെൻ ബൈ. അപ്പോൾ തിരിച്ചു വെച്ചിട്ട് കട്ട് ചെയ്യട്ടെ കേട്ടോ. ബൈ. See you tomorrow. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.